ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കിയാൽ അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങ, 25 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള 2 ഇഞ്ച് കഷ്ണങ്ങൾ, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കരിയാപ്പില, സവാള 2 എണ്ണം. ഇനി കടുക് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്ന മസാലകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചിക്കൻ 1/2 കിലോ വേവിച്ചത്, അത് നല്ലപോലെ ഇളക്കിയെടുത്തത്, ചെറുതായിട്ടിങ്ങനെ പിച്ചിയെടുത്തത്, പിന്നെ തക്കാളിക്ക 2 എണ്ണം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയും ഉപ്പും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ആദ്യമേ അത് ചതഞ്ഞതിന് ശേഷം അതിലേക്കൊരു എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയിൽ നിന്നും മഞ്ഞൾപ്പൊടിയിൽ നിന്നും ഒരു 1/4 ടീസ്പൂൺ വീതം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ചതച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ അത് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ വെന്തതാണ്, ഒരുപാട് ഞെവിടിയാൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മയത്തിന് അത് ഞെവിടി മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കുക. കരിയാപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതായത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം, അതായത് ഒരു 3/4 മൂപ്പാകുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ വറ്റൽമുളക് ലാസ്റ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് നേരത്തെ ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാലപ്പൊടികൾ നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലായിരിക്കണം, ചെറിയ തീ ആയിരിക്കണം. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കുക, തീ ഓഫാക്കുക. അതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, അതായത് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സവാള അരിഞ്ഞത് അതിനകത്ത് ചേർക്കാം. അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അത് അടച്ചു വയ്ക്കുക. ഈ ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട്, ഒരുപാട് വേവില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെന്ത ചിക്കനാണ് നമ്മളെടുത്ത് ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം മസാലകളെല്ലാം നല്ല ഒന്ന് പുരണ്ട് വരണം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി 1-2 പ്രാവശ്യം ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.